ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ സരസ്വത്യേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. ഇനി മുതൽ നമ്മൾ ദേവിയുടെ കേശാദിപാദമാണ് വർണ്ണിക്കാൻ ഇവിടെ ശങ്കരാചാര്യർ ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. 42ാമത്തെ ശ്ലോകം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 42ാമത്തെ ശ്ലോകം. ഗതൈർമാണിക്യത്വം ഗഗനമണിഭിः സാന്ദ്രഘടിതം കിരീടം തേ ഹൈമം ഹിമഗിരിസുതേ കീർത്തയതി യഃ സനീഡേയച്ഛായാചൂർണശബളം ചന്ദ്രശകലം ധനുശൗനാസീരം കിമിതി ന നിബധ്നാതിധിഷണാം. പദച്ഛേദം ചെയ്യാം. ഗതൈഹി മാണിക്യത്വം ഗഗനമണിഭിः സാന്ദ്രഘടിതം കിരീടം തേ ഹൈമം ഹിമഗിരിസുതേ കീർത്തയതി യഃ സ നീഡേ യച്ഛായാചൂർണശബളം ചന്ദ്രശകലം ധനുഃ ശൗനാസീരം കിം ഇതി ന നിബധ്നാതി ദിഷണാം. പദാർത്ഥം പറയാം. ഹേ ഹിമഗിരിസുതേ, അല്ലയോ ഹിമവത് പുത്രിയായ ദേവി, സുതപുത്രി. ഹിമഗിരി പറഞ്ഞ ഹിമവാൻ, ഹിമവാന്റെ പുത്രിയാണ് ദേവി. അല്ലയോ ഹിമവത് പുത്രിയായ ദേവി, മാണിക്യത്വം, മാണിക്യരത്നരൂപത്തെ ഗതയെ പ്രാപിച്ച ഗഗനമണിഭിഹി, ആദിത്യന്മാരാൽ, 12 ആദിത്യന്മാരുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ആദിത്യന്മാരാൽ സാന്ദ്രഘടിതം, ഇടതൂർന്ന വിധത്തിൽ ഖചിതമായി, ഖചിതമായി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിരത്തി വെക്കപ്പെട്ടിട്ടുള്ള, ഖചിതമായി ഹൈമ എന്ത് സ്വർണമയമായിരിക്കുന്ന തേ നിന്തിരുവടിയുടെ കിരീടം, കിരീടത്തെ യഹ യാതൊരുത്തൻ കീർത്തയതി വർണ്ണിക്കുന്നു, യാതൊരാളെ വർണ്ണിക്കുന്നുവോ സഹ അവർ, ആ കവിശ്രേഷ്ഠൻ. നിടേയഛായാചൂർണശബളം, സമീപവർത്തികളായ മാണിക്യാദിരത്നങ്ങളുടെ കാന്തി വ്യാപിക്ക നിമിത്തം ചിത്രവർണ്ണമായി ഭവിച്ച ചന്ദ്രശകലം, കിരീടത്തിൽ ചാർത്തിയിരിക്കുന്ന ചന്ദ്രക്കലയെ, ശൗനാസീരം, ഇന്ദ്രനെ സംബന്ധിച്ചതായ ധനുഃ വില്ലാണോ ഇതി എന്ന്, അതായത് മഴവില്ലാണോ എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്. അങ്ങനെ എന്തുകൊണ്ട് സംശയിക്കുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ലയോ എന്ന് പറയാം. ഇവിടെ ദ്വാദശ ആദിത്യന്മാരെ കൊണ്ട് അവർക്ക് ദേവിയെ ഏറ്റവും അടുത്ത് നിന്ന് സേവിക്കുവാൻ വേണ്ടി ഭൂഷണമണികളായി ഭവിച്ചു എന്ന് യുക്തമാകുന്നു എന്ന് പറയുന്നു. ഖചിതമായ പറഞ്ഞാൽ നിരത്തി വെക്കപ്പെട്ടിട്ടുള്ള 12 ആദിത്യന്മാരെ പറ്റി പറഞ്ഞില്ല. അങ്ങനെയുള്ള കിരീടം. നീടം പറഞ്ഞ ഗോളം, ഗോളാകൃതിയിലുള്ള കിരീടം, അതിൽ പതിച്ചിട്ടുള്ള നീടേയം രത്നസമൂഹം, ആ രത്നസമൂഹത്തിൻ്റെ ഛായ കാന്തി, അതിൻ്റെ രത്നസമൂഹത്തിൻ്റെ കാന്തി ഉണ്ടാവുമല്ലോ, ആ കാന്തിയുടെ ചുരണം വ്യാപ്തി കൊണ്ട് ശബളം, ശബളവർണ്ണമായ ചന്ദ്രശകലം, ചന്ദ്രക്കലയെ, ധനുവില്ല്, ശൗനാസീരം, ശൂനാസീരനെ, ഇന്ദ്രനെ സംബന്ധിച്ച് കിമതി ആകുന്നുവോ എന്ന് നിബന്ധന്തി എന്ന് സംശയിക്കുന്നു. സാരം പറയാം. അല്ലയോ ഹിമവത് പുത്രിയായ ദേവി, അടുത്തു നിന്ന് സേവിക്കുവാൻ വേണ്ടി
മാണിക്യരത്നങ്ങളായി തീർന്ന ആദിത്യന്മാരാൽ ഇടതൂർന്ന വിധത്തിൽ ഖചിതമായും, നമ്മൾ മുമ്പേ പറഞ്ഞു ഖചിതം എന്ന് പറഞ്ഞാൽ നിരത്തി വെക്കപ്പെട്ടിട്ട്, സ്വർണമയവുമായിരിക്കുന്ന നിന്തിരുവടിയുടെ കിരീടത്തെ യാതൊരു കവിശ്രേഷ്ഠൻ വർണ്ണിക്കുന്നുവോ ആ കവിവരൻ സമീപവർത്തികളായ മാണിക്യാദിരത്നങ്ങളുടെ കാന്തി വ്യാപിക്ക നിമിത്തം നാനാവർണ്ണങ്ങളോട് കൂടിയതായ കിരീടത്തിൽ ചാർത്തിയിരിക്കുന്ന ചന്ദ്രക്കലയെ ഇന്ദ്രചാപമാണോ എന്ന് സങ്കല്പിക്കാതിരിക്കുമോ? അപ്പോൾ സങ്കല്പിക്കും എന്ന് താല്പര്യം. അപ്പോൾ എന്താ ഇന്ദ്രചാപം എന്ന് പറഞ്ഞാൽ മഴവില്ല്, അതുപോലെ കാന്തി ഭവിക്കുന്നു എന്ന്. ഇവിടെ എന്താ പറഞ്ഞത്? ആദ്യമായിട്ട് ഭഗവതിയുടെ കിരീടത്തെ പറ്റിയാണ് പറഞ്ഞത്. അതിനുശേഷം വെറും തലമുടി, കേശം, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇനി വർണ്ണിച്ച് പോവുക ചെയ്യാം. അപ്പോൾ ഈ 42ാമത്തെ ശ്ലോകത്തിൽ ഭഗവതിയുടെ കിരീടത്തെ പറ്റിയാണ് വർണ്ണിക്കുന്നത്. അങ്ങനെ അത് ഇന്ദ്രചാപമാണോ എന്ന് സങ്കല്പിക്കുന്നു. ആ ചന്ദ്രക്കലയോട് ഖചിതമായിട്ടുള്ള ആ കിരീടം ചാർത്തിയിരിക്കുന്ന ചന്ദ്രക്കലയെ ഇന്ദ്രചാപമാണോ എന്ന് ശങ്കിക്കുന്നു എന്ന് താല്പര്യം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കായേന വാച മനസ്സേ, എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കായേന വാച മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീമഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.